സ്വദേഹോദ്ഭൂതാഭിർഗൃണിഭിരണിമാധ്യാഭിരഭിതോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഃ കിമാശ്ചര്യം തസ്യ ത്രിണയന സമൃദ്ധിം ത്രിണയതോ മഹാസംവർത്താഗ്നിർവിരചയതി നീരാജനവിധിം. പദാനുപദം. നിത്യേ ജന്മനാശാദികളില്ലാത്തവളെ, നിഷേവ്യ സേവിക്കത്തക്കവളെ, സ്വദേഹോദ്ഭൂതാഭിഃ സ്വദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്ന, ഗൃണിഭിഃ കിരണരൂപങ്ങളായ, അണിമാദ്യാഭിഃ അണിമ തുടങ്ങിയ അഷ്ടസിദ്ധികളാൽ, അഭിതഃ നാലു ഭാഗവും ചൂഴപ്പെട്ടിരിക്കുന്ന, ത്വാം ഭവതിയെ, യഃ യാതൊരുവൻ, അഹം ഇതി ഞാൻ എന്ന്, സദാ ഭാവയതി എല്ലായ്പ്പോഴും ഭാവിക്കുന്നുവോ, ത്രിനയന സമൃദ്ധിം മുക്കണ്ണൻ്റെ ഐശ്വര്യത്തെയും, ത്രിണയതഃ തൃണ നിസാരമായി കരുതുന്ന, തസ്യ അവന്, മഹാസംവർത്താഗ്നിഃ കൽപ്പാന്തകാലാഗ്നി, നീരാജനവിധിം ദീപാരാധനവിധിയെ, വിരചയതി ചെയ്യുന്നു. കിം ആശ്ചര്യം, ഇതിൽ അത്ഭുതപ്പെടുവാനെന്തുണ്ട്? വിവർത്തനം. അല്ലേ ആദ്യന്തരഹിതേ സംസേവ്യേ, സ്വദേഹത്തിൽ നിന്നുളവായിരിക്കുന്ന രശ്മിരൂപത്തിലുള്ള അണമ്മാദി അഷ്ടൈശ്വര്യങ്ങളാലാവൃതയായിരിക്കുന്ന ഭവതിയെ യാതൊരുവൻ താൻ തന്നെയാണെന്ന് അഭേദബുദ്ധിയോടെ ഭാവിച്ച് വർത്തിക്കുന്നുവോ, സർവേശ്വരനായ മുക്കണ്ണൻ്റെ ഐശ്വര്യത്തെയും തൃണീകരിക്കുന്ന അവനെ കൽപ്പാന്തകാലാഗ്നി കൂടി ആരാധിക്കുന്നുവെന്നതിൽ അതിശയിപ്പാനെന്തുണ്ട്? ജയ ജയ ശ്രീ രാധേശ്യാം.